തിരുവനന്തപുരത്ത് കെട്ടിട നിർമ്മാണത്തിന് മണ്ണ് മാറ്റുന്നതിനായി പാസ് അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥൻ പിടിയിലായിരിക്കുന്നു. കാട്ടാക്കട സ്വദേശിയായ ലാബ് അറ്റൻഡർ ക്രിസ്ത്യൻ ജോസിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും 5,000 രൂപ വാങ്ങുകയും ചെയ്തു. ഹരിമോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരിമോഹൻ, എങ്ങനെ പിടികൂടി ഈ കൈക്കൂലിക്കാരനെ? അരേശ്വരി ഈ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയാണ് പരാതിക്കാരന്. ഇയാൾ മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി കരാർ ഏറ്റെടുത്ത ആളാണ്. ആ കരാർ ഏറ്റെടുത്ത സ്ഥലത്ത് നിന്ന് മണ്ണ് മാറ്റുന്നതിന് ഒരു ട്രാൻസിറ്റ് പാസ്, അത് ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പാണ് നൽകുന്നത്. അത് ആ പാസ് ലഭിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ ജീവനക്കാരനായിട്ടുള്ള ക്രിസ്ത്യൻ ജോസിനെ ഈ പരാതിക്കാരൻ പരിചയപ്പെടുന്നത്. തുടർന്നാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെടുന്നത്. അതായത് പാസിനുള്ള കാര്യങ്ങൾ വേഗം നടത്തിത്തരാമെന്നും ഇതിനുള്ള പ്രതിഫലമായി 50,000 രൂപ കൈക്കൂലി നൽകണമെന്ന് ഇയാൾ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിൽ 40,000 രൂപ മറ്റുദ്യോഗസ്ഥർക്കും 10,000 രൂപ തനിക്കുമുള്ളതാണെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ പരാതിക്കാരനെ ഈ ക്രിസ്ത്യൻ ജോസഫ് ഫോണിൽ ബന്ധപ്പെട്ട് കൈക്കൂലി തുക ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി നൽകണം എന്ന് പറഞ്ഞത്. തുടർന്നാണ് ഇത് ഗൂഗിൾ പേ മുഖാന്തരമാണ് അയച്ചു നൽകേണ്ടതെന്ന് രണ്ടാമത് വീണ്ടും വിളിച്ച് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഇതിൽ അഡ്വാൻസ് എന്നുള്ള നിലയ്ക്ക്, തന്റെ കയ്യിൽ ഇത്രയും പണമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അഡ്വാൻസ് എന്നുള്ള നിലയ്ക്ക് 5,000 രൂപ തൽക്കാലം തരൂ എന്ന് ഇയാൾ പറയുകയും അങ്ങനെ 5,000 രൂപ അയച്ചു നൽകുകയും ചെയ്തു. തുടർന്നാണ് വിജിലൻസിനെ ഇയാൾ വിവരം അറിയിക്കുന്നത്. വിജിലൻസ് ഈ ഡിജിറ്റൽ രേഖകളടക്കം കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഈ ക്രിസ്ത്യൻ ജോൺസ് എന്ന് പറയുന്ന ഈ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിൽ ജോലി നോക്കിയിരുന്ന ഈ ജീവനക്കാരനെ നേരിട്ട് പോയി കാണുകയും തുടർന്ന് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഈ പണം പിടിച്ചെടുക്കുകയും ചെയ്തത്. ഇത് ഓഫീസിൽ, അതായത് ഈ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിൽ വെച്ച് തന്നെയാണ് ഇയാളെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാളെ ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾ മുൻപ് ഏതെങ്കിലും നിലയ്ക്ക് ഇത്തരത്തിൽ കരാറുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യും. ആര്യാശ്വരി. ഓക്കെ, ഹരിമോഹനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.